പ്രണയവസന്തം. രചയിതാവ് വിപിന ആനന്ദ്. ഭാഗം 8. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഒരു നിമിഷം അമ്പരപ്പോടെ ആലോചിച്ചു. തൃഷയുടെ മനസ്സ് തകർന്നു. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി ഇലഞ്ഞിക്കാടിനോട്. അവൾ മുഖം പൊത്തിക്കരഞ്ഞു. എഴുന്നേറ്റപ്പോൾ ശരീരം മുഴുവനും നുറുങ്ങി പോകുന്ന വേദന അനുഭവപ്പെട്ടു അവൾക്ക്. ബാത്റൂമിൽ വന്ന് ഷവറിന്റെ കീഴിൽ നിന്നപ്പോൾ വെള്ളത്തുള്ളികൾ ശരീരത്തിലേക്ക് പതിച്ച് ശരീരം തണുത്തു. പക്ഷേ അവളുടെ മനസ്സ് അതുമാത്രം തണുത്തില്ല. സമയം വെളുപ്പിന് 4 മണി ആയി കാണും. റോഷന് കിടന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വല്ലാത്ത കുറ്റബോധം തോന്നി. വേണ്ടായിരുന്നു, ഒരു വാശിയുടെ മേൽ ആ കുട്ടിയുടെ ഭാവി ഞാൻ തകർക്കേണ്ടായിരുന്നു. എത്ര കുമ്പസരിച്ചാലും ആ പാവം തീരില്ല. അവളുടെ ശാപം അത് എത്ര വലുതാണ്. അവൻ ഒരു ദീർഘശ്വാസം പുറപ്പെടുവിച്ചു. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. അറിയാതെ ഞാൻ ഒരു തെറ്റു ചെയ്തു. അതിന് ശിക്ഷ എത്ര വലുതാണെങ്കിലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. എന്നോടുള്ള വെറുപ്പ്, പിണക്കം എല്ലാം ഇപ്പോൾ അവളിൽ കൂടിയിരിക്കും. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ. എന്നെ രക്ഷിക്കണമേ. അവന്റെ മനസ്സ് മുഴുവൻ കലങ്ങിയിരിക്കുകയായിരുന്നു. സമയം 6 മണി കഴിഞ്ഞിട്ടും തൃഷ ഹാളിലേക്ക് വരാതിരുന്നപ്പോൾ സരസ്വതിക്ക് എന്തോ ഉൾഭയം തോന്നി. ശേഖരേട്ടാ, നമ്മുടെ മോൾ, എനിക്കാകെ പേടി തോന്നുന്നു. എങ്ങനെയാടി ഞാൻ അവളെ? എനിക്ക് കഴിയില്ല എൻ്റെ മോളെ കാണാൻ. അത്രയ്ക്ക് എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. അവളെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്ത്? അവൻ ദുഷ്ടനോ? നിങ്ങൾ പപ്പയും മോളും അവനെ അങ്ങനെ ആക്കി തീർന്നതല്ലേ? ഞാൻ പറയുന്നുണ്ടായിരുന്നില്ലേ ഇതിന്റെ വിന അവൾ മാത്രമാണ് അനുഭവിക്കുക എന്ന്? ഇപ്പോൾ എന്തായി? അവൻ വന്നു നമ്മുടെ മോളെ. സരസ്വതി വിഷമത്തോടെ പറഞ്ഞു നിർത്തി. സരസ്വതി, നീ ഇപ്പോഴും അവന്റെ ഭാഗം ന്യായീകരിക്കുകയാണോ? ഒരിക്കലുമല്ല. പക്ഷെ അവൻ പാവമാണ്. ഒരു ജീവജന്തുവിനെയും അവൻ ദ്രോഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പാവമാണ് ഇലഞ്ഞിക്കാടൻ ലിബിൻ റോഷൻ. ഇല്ലടി, ഞാൻ അവനെ വെറുതെ വിടില്ല. അവനെ ഞാൻ... നീ കണ്ടോ? അയാളുടെ കണ്ണുകൾ ചുവന്നു. വേണ്ട പപ്പ, അവന് ശിക്ഷ ഈ തൃഷാമേനോൻ തന്നെ കൊടുത്തോളൂ എന്നും പറഞ്ഞ് തൃഷ സ്റ്റെയർകേസ് ഇറങ്ങുകയായിരുന്നു. റോസ് നിറത്തിലുള്ള ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കഴുത്തിലൂടെ ഷാൾ ഇട്ടിരുന്നു. സരസ്വതിക്ക് അവളെ കണ്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. മോളിതെവിടേക്കാ? ശേഖരമേനോൻ ചോദിച്ചു. പെട്ടെന്ന് വരാം പപ്പ, അയാളെ ഒന്ന് നേരിൽ കാണണം. വേണ്ട മോളെ, അത് ആപത്താണ്. സരസ്വതി മുന്നറിയിപ്പ് കൊടുത്തു. എന്താപത്തമ്മേ? കാണാതിരിക്കുന്നതാണ് ആപത്ത്. അത് പറയുമ്പോൾ തൃശ്ശയുടെ മുഖം വിവർണമായി. കാറിന്റെ കീയുമെടുത്ത് അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. ശേഖരമേനോനും സരസ്വതിക്കും അവളുടെ ജീവിതം എന്താകുമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവളുടെ കാർ ഇലഞ്ഞിക്കാടിൻ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങി അവൾ ആ വീടും പരിസരവും പെട്ടെന്ന് കണ്ണോടിച്ചു. ഡോർബെല്ലിന്റെ വിരൽ അമർത്തി. അനു വന്നു വാതിൽ തുറന്നു. തൃഷ പരിചയഭാവത്തിൽ പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലായില്ല, അനു പറഞ്ഞു. അനു അല്ലേ? അതെ. അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അപ്പോഴേക്കും റോസയും അവിടേക്ക് വന്നു. ആരാ മോളെ ഇത്? അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ആരാണ്? ഇത് റോഷന്റെ വീട് തന്നെയല്ലേ? റോഷനല്ലേ ഇവിടെ? അവൻ ഉറക്കാണ്. ഞാൻ വിളിക്കാം, മോളിരിക്ക്. ആര് വന്നെന്ന് പറയണം? തൃഷാമേനോൻ. അവൾ വലതു കാല് വെച്ചു തന്നെ ഇലഞ്ഞിക്കാട് തറവാട്ടിലേക്ക് കയറി. വേണ്ട അമ്മച്ചി, അവനെ ഞാൻ അവിടെ പോയി കണ്ടുകൊള്ളാം. അവന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതു പറയുമ്പോൾ തൃശ്ശിയുടെ കണ്ണുകൾ വല്ലാതെ